നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെ മകളെ ഊരിയെടുക്കാൻ നെട്ടോട്ടം ഓടിയാൽ മതിയായിരുന്നു പിണറായി വിജയന്. ഇനിയിപ്പോൾ മകനും കവചമൊരുക്കണം. തോമസ് ഐസക്കിന്റെ ഒരു എടുത്തുചാട്ടം പിണറായിക്കും മക്കൾക്കും വിനയായി. മാസപ്പടി കേസിൽ ഷോൺ ജോർജ് കൊടുത്ത ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. അതിന്റെ ആവേശത്തിലാണ് CPM. തൊട്ടു പിന്നാലെ തോമസ് ഐസക് ഷോണിനെ വെല്ലുവിളിച്ച് ഒരു കുറിപ്പിട്ടു. ഇതിന് മറുപടിയുമായി വന്ന ഷോൺ ജോർജ് ഒരു ചോദ്യം ചോദിച്ചു. ഇതോടെ വീണയ്ക്ക് മാത്രമല്ല പിണറായി വിജയന്റെ മകനും പണി കിട്ടി. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ഷോൺ ജോർജ് തോമസ് ഐസക്കിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് സഖാവേ, വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചു വിടാനുള്ള നിങ്ങളുടെ കുരുട്ടുബുദ്ധി കൊള്ളാം. പാ വേറെ പാപ്പച്ചൻ വേറെ സഖാവേ. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി, സുനീഷ് M എന്നിവർ സിഗ്നേച്ചറീസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്കില്ല എന്ന് പറയാൻ സാറിന് തന്റെ ഇടമുണ്ടോ? മുഖ്യന്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും സാറിനും ബോധ്യമുള്ള കാര്യമാണോ? എനിക്ക് ഈ 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഉത്തരം പറയാൻ ഭയമില്ല എങ്കിൽ ഉത്തരം പറയാം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച. ഇതായിരുന്നു ഷോൺ കൊടുത്ത മറുപടി. ഷോൺ പറയുന്നുണ്ട്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയ്ക്ക് എക്സാലോജിക്കിന്റെ പേരിൽ അക്കൗണ്ട് ഇല്ല എന്ന് തെളിയിക്കാൻ തന്റെ ഇടമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാമെന്ന് വ്യക്തമായി ഷോൺ പറയുന്നുണ്ട്. ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നീടുള്ള ഷോണിന്റെ പ്രസ്താവനകളിലും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ ബാങ്ക് ചർച്ചകളിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു ഷോൺ ജോർജ്. അതിന് പിന്നിലെ ലക്ഷ്യം പിണറായി വിജയന്റെ മകന്റെ പേരും വിവാദങ്ങളിലേക്ക് എടുത്തിടണം എന്നതായിരുന്നു. കാരണം പിണറായി വിജയന്റെ മകൻ വിവേക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെ വീണയ്ക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഷോൺ തറപ്പിച്ചു പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോളൂ എന്നും ഷോൺ പറയുന്നു. മകനും ചർച്ചകളിലേക്ക് വരുമ്പോൾ പിണറായിക്ക് ചങ്കിടിപ്പ് ഒരിത്തിരി കൂടും. പുതിയ വിവാദത്തിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തത് തോമസ് ഐസക്കാണ്. ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ച കമ്പനിയല്ല വീണയുടേതെന്ന് വാദിച്ചത് തോമസ് ഐസക്കാണ്. സാധാരണ വീണയുടെ നേരെ വിവാദം വരുമ്പോൾ ആദ്യം ആരോപണത്തിന്റെ മുനയൊടിക്കാൻ വരുന്നത് AK ബാലനും MV ഗോവിന്ദനും EP ജയരാജനും ഒക്കെയാണ്. എന്നാൽ ഇത്തവണ അവരെ എല്ലാം കടത്തിവെട്ടിയാണ് തോമസ് ഐസക്ക് രംഗത്ത് വന്നത്. തോമസ് ഐസക്ക് പിന്നെ ഇക്കാര്യത്തിൽ പുലിയാണല്ലോ. മൂപ്പര് ഐസക്കണോമിസം ഒക്കെ കണ്ടുപിടിച്ച ആളാണ്. അതുകൊണ്ട് വീണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തോമസ് ഐസക്കാണ് ആദ്യം വന്ന് ഹാജർ വെച്ചത്. പക്ഷെ അത് പിണറായിക്ക് 8ന്റെ പണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റേത് തന്നെയാണെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക്ക് ഇതിന് മറുപടി കൊടുത്തത്. ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്ന വിവരങ്ങളുമായാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും ഐസക്ക് ഷോണിനെ പരിഹസിച്ചിരുന്നു. കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക്ക് തള്ളി. പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം. അതെങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിന്റെ ഉപകമ്പനിയാക്കുമെന്ന് ഐസക്ക് ചോദിച്ചത്. ഇതിനു മറുപടിയുമായി വന്ന ഷോണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ചർച്ചകളിലേക്ക് വലിച്ചിട്ടങ്ങു കൊടുത്തു.